വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് എൻ വാസുവിന് ജാമ്യം ഇല്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ദേവസ്വം മുൻ കമ്മീഷണറായിരുന്ന എൻ വാസുവിന് കോടതി ജാമ്യം നിഷേധിച്ചത്. നേരത്തെ ചില വാദമുഖങ്ങളൊക്കെ എൻ വാസു ഉന്നയിച്ചിരുന്നു, തനിക്കിതിൽ പങ്കില്ല എന്നൊക്കെയുള്ളത്. എന്നാൽ ഇതിൽ കട്ടിളപ്പാളിയിൽ അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് അത് എൻ വാസു കമ്മീഷണറായിരുന്ന സമയത്താണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് നിലനിൽക്കുമ്പോഴാണ് അതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ ചില വാദമുഖങ്ങൾ എൻ വാസു ഉന്നയിച്ചത്. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, വിശദാംശങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. കോടതി അല്പസമയമാണ് കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ച കോടതി പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. ഇഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ കേസിനെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ ഈ കേസിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് ഇഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല. ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രോസിക്യൂഷന് കൂടുതൽ സമയം ഈ അന്വേഷണത്തിൽ വേണം. അതിന് പ്രതികളെ നിലവിൽ ജാമ്യത്തിലേക്ക് വിട്ടാൽ ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ഈ കേസിൽ ജാമ്യം നൽകേണ്ടതില്ല എന്ന നിലപാട് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി എടുത്തിരിക്കുന്നത്. കേസ് പരിഗണിച്ച ഉടൻ തന്നെ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന നിലപാട് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിടിയിലായ അറസ്റ്റിലായ ഡി സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി ഡിസംബർ 8 പരിഗണിക്കാൻ കൂടി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കോടതി എടുത്തിരിക്കുന്ന ശക്തമായ നിലപാടാണ്. കാരണം ജാമ്യം നൽകുന്നത് പ്രതികൾക്ക് വലിയ സഹായകരമാകും. അത് പ്രതികൾ പുറത്തേക്കിറങ്ങിയാൽ സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തുകൊണ്ടും കണക്കിലെടുത്തുകൊണ്ടുമാണ് കോടതിയുടെ വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എൻ വാസു പ്രധാനമായും പല വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ താൻ ബോർഡിന് കൈമാറുകയാണ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ തന്റെ ആരോഗ്യ കാരണങ്ങൾ, പ്രായം, ഇതൊക്കെ പരിഗണിക്കണമെന്ന ആവശ്യം ഇതെല്ലാമാണോ എൻ വാസു ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്? അരുൺരാജ്. അനുജ, തീർച്ചയായും തനിക്ക് വലിയ പ്രായമുണ്ട്. അതുപോലെ തന്നെ ഈ കേസന്വേഷണവുമായി താൻ സഹകരിക്കുന്നുള്ള വ്യക്തിയാണ്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് മറ്റു കാര്യങ്ങൾ അറിയില്ല. തന്നെ മുമ്പിലേക്ക് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള ശുപാർശ നൽകിയത്. ആ ശുപാർശ എത്തിയപ്പോൾ തന്നെ താനിത് ബോർഡിന്റെ പരിഗണനയ്ക്ക്, ബോർഡിനിത് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കാം എന്നായിരുന്നു തന്റെ നിർദ്ദേശം. അതൊരു ഉദ്യോഗസ്ഥ നിലയിൽ, ഒരു ദേവസ്വം കമ്മീഷണർ നിലയിൽ തന്റെ ചുമതലയാണ്. അത്തരം ഒരു ചുമതല മാത്രമാണ് താൻ നിർവഹിച്ചത്. അതിനപ്പുറം താൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കങ്ങളോ ഇടപെടലോ നടത്തിയിട്ടില്ല എന്നതായിരുന്നു എൻ വാസുവിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. പക്ഷേ പൂർണ്ണമായും പ്രോസിക്യൂഷൻ തള്ളുകയാണ്. കാരണം ഇതൊരു റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന സ്വഭാവത്തിലാണ് ഇത് പരിഗണിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ ജാമ്യമില്ലാതെ തള്ളിയിരിക്കുന്നത്. ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് കോടതി കൈക്കൊണ്ടിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.